കരിങ്കടലിൽ വെടിനിർത്തലിന് റഷ്യ യുക്രൈൻ ധാരണ. സൗദി അറേബ്യയിൽ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയിലാണ് വെടിനിർത്തലിന് തീരുമാനമായത്. കരിങ്കടൽ വഴി പോകുന്ന കപ്പലുകൾ ഇരു രാജ്യങ്ങളും ആക്രമിക്കില്ലെന്ന് റഷ്യയും യുക്രൈനും സമ്മതിച്ചതായി വൈറ്റ് ഹൌസ് അറിയിച്ചു. ഊർജ്ജോത്പാദന കേന്ദ്രങ്ങൾ ആക്രമിക്കില്ലെന്നും ധാരണയിലുണ്ട്. വെടിനിർത്തൽ നിലവിൽ വരുന്നതിന് മുൻപ് ചില ഉപരോധങ്ങൾ പിൻവലിക്കണമെന്ന് റഷ്യ ആവശ്യപ്പെട്ടു. 3 വർഷം നീണ്ട യുദ്ധത്തിൽ ആദ്യമായാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തലിന് ധാരണയുണ്ടായത്. എന്നാൽ യുദ്ധത്തിന് പൂർണ്ണവിരാമമാകുന്ന നിലയിലല്ല നിലവിലെ ധാരണ. റഷ്യ യുക്രൈൻ വിഷയത്തിൽ ഏതാണ്ട് ചർച്ചകൾ പൂർത്തിയാകുമ്പോഴേക്കും അവശേഷിക്കുന്ന മറ്റൊരു പ്രതിസന്ധിയായിരുന്നു കരിങ്കടലിലെ വെടിനിർത്തൽ. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ സൗദിയിൽ നടന്ന ചർച്ചയിൽ കരിങ്കടൽ വഴി പോകുന്ന കപ്പലുകൾ ആക്രമിക്കില്ലെന്ന് റഷ്യയും യുക്രൈനും ധാരണയിലെത്തി. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നിർണായക നീക്കമാണിതെന്ന് അമേരിക്ക പ്രതികരിച്ചു. ഊർജ്ജോത്പാദന കേന്ദ്രങ്ങൾ ആക്രമിക്കില്ലെന്നും ചരക്ക് കപ്പലുകൾ സൈനിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കില്ലെന്നും റഷ്യയും യുക്രൈനും തമ്മിൽ ധാരണയിലെത്തിയിട്ടുണ്ട്. എന്നാൽ കരിങ്കടലിൽ വെടിനിർത്തൽ നിലവിൽ വരും മുൻപ് ചില ഉപരോധങ്ങൾ പിൻവലിക്കണമെന്നാണ് റഷ്യയുടെ ആവശ്യം. ധാരണ അനുസരിക്കാൻ യുക്രൈൻ പ്രസിഡന്റിനോട് അമേരിക്ക നിർദ്ദേശിക്കണമെന്നും റഷ്യ ആവശ്യപ്പെട്ടു. റഷ്യയും യുക്രൈനുമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ധാന്യ കയറ്റുമതി നടത്തിയിരുന്ന രാജ്യങ്ങൾ. ഇരു രാജ്യങ്ങളും തമ്മിൽ യുദ്ധം ആരംഭിച്ച ശേഷം കയറ്റുമതി 6-1 കുറഞ്ഞിരുന്നു. വെടിനിർത്തൽ നിലവിൽ വന്നാൽ യുക്രൈൻ ഇനി കരിങ്കടൽ വഴി ധാന്യ കയറ്റുമതിക്ക് തടസ്സമുണ്ടാവില്ല. കരാർ പ്രാബല്യത്തിലായാൽ റഷ്യയിൽ നിന്നുള്ള കാർഷികോൽപ്പന്നങ്ങളുടെയും വളത്തിന്റെയും കയറ്റുമതിക്ക് മേലെ ഏർപ്പെടുത്തിയിരുന്ന ഉപരോധവും നീക്കിയേക്കും. റിയാദിലുണ്ടാക്കിയ കരാറുകൾക്ക് അനുസൃതമായി ചർച്ചകളിൽ മധ്യസ്ഥത വഹിക്കുന്നത് തുടരുമെന്ന് അമേരിക്കയും അറിയിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.